എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഡബിൾ ബെൽറ്റ് പോക്കറ്റിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇത് പല രീതിയിൽ തയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു എളുപ്പത്തിലുള്ളൊരു ഐഡിയ ആണ് കാണിക്കുന്നത്. 36 ഇഞ്ച് അരവണ്ണമുള്ള പാൻറ്റാണ്. അപ്പോൾ ഇതിൽ ടെക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ടെക്ക് ഇടേണ്ടത് അപ്പോൾ ഇവിടെ നിന്ന് ഒരു 4.5 ഇഞ്ച്, അതായത് നമ്മൾ പോക്കറ്റിൻ്റെയും കൂടെ കണക്കാക്കിയിട്ടാണ്. പോക്കറ്റ് 5 ഇഞ്ച് വീതിയാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാതി 2.5 ഇഞ്ചും 2 ഇഞ്ച് ഇവിടെ നിന്നുള്ള ഗ്യാപ്പും, അങ്ങനെ 4.5 ഇഞ്ചിലാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ടെക്ക് പിടിക്കുന്നത്. ടെക്ക് ഒരു 3/4 ഇഞ്ച് പിടിച്ചാൽ മതി. അതുപോലെ 3.5 ഇഞ്ച് ലെങ്ത്. ഇതിന് അടിയിൽ ഇതുപോലൊരു തുണി വയ്ക്കുക. ഇത് വന്നിട്ടൊരു 11 ഇഞ്ച് നീളവും ഒരു 7.5 ഇഞ്ച് വീതിയും മതി. എന്നിട്ട് ഈ ടെക്കിൻ്റെ സെൻട്രലായിട്ട് വയ്ക്കുക. ഇതിങ്ങനെ ഇവിടെ കറക്റ്റായിട്ട് വയ്ക്കുമ്പോൾ ഇവിടെ കുറച്ച് ഡിഫറൻസ് വരും. അപ്പോൾ അത് സ്ട്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ 2 തുണിയിൽ ക്യാൻവാസ് ഒട്ടിച്ച് എടുക്കുക. നീളം തുണിയാണ്. അപ്പോൾ ഇത് ഈ അടിയിൽ വയ്ക്കുന്ന തുണിയിൽ ഇത് കരപ്പീസായി കഴിഞ്ഞാൽ നമുക്കിതിവിടെ മടക്കിയടിക്കാതെ കഴിഞ്ഞു. ഇവിടെ ഇതുപോലെ ഒന്ന് ചെറിയ പീസ് വെച്ചാൽ മതി. ഇവിടെ കരപ്പീസ് വേണമെന്നില്ല. ഇങ്ങനെ വയ്ക്കുക ഈ ടക്കിന് താഴെയായിട്ട്. എന്നിട്ട് ഇവിടെ 4 ഇഞ്ച്, നമ്മൾ 5 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തയ്ക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ഇവിടെ ഒരു 3.5 വരുമ്പോൾ ഇവിടെ ഒരു 4 ഇഞ്ച് വരും. 1/2 ഇഞ്ചിൻ്റെ അതിനുശേഷം ഇതോടൊപ്പം തന്നെ ഇങ്ങനെ ഈ പീസ് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇതുവരെ തയ്ച്ചെടുക്കുക. ഇനി ഇതിൻ്റെ സെൻറ്റർ ഇതിങ്ങനെ പിടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇടുക. അതേപോലെ ഈ സൈഡിലും. അതിനുശേഷം അത് തിരിച്ച് പിടിച്ചിട്ട് ഈ പീസ് ഇങ്ങനെ വയ്ക്കുക. ഇതിങ്ങനെയും പിടിക്കുക. എന്നിട്ട് ഇവിടെ കട്ട് ചെയ്യുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഈ സൈഡും. ഇനി ഇവിടെ ഇതിൻ്റെ മെഷീനിൽ ഈ നൂലെടുത്ത് മാറ്റുക. എന്നിട്ട് ഇതേ വീതിയിൽ ഇവിടെ ഒരു തയ്യലിടുക. ഒരു ലോങ് തയ്യലിട്ടാൽ മതി. ഇതുപോലെ ലോങ് തയ്യലിടുക ഈ 2 സൈഡിലും ഇതേ വീതിയിൽ. അതിനുശേഷം ഇവിടെ ഇങ്ങനെ നഖം വച്ചിട്ട് ഇതിൽ മടക്കി കൊടുക്കുക. ഇത് മടക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ തയ്യലിട്ടത്. ഇതേപോലെ ഇവിടെയും ചെയ്യാം. ഇനി ഇതിങ്ങനെ അടിമറിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ മേലെ ഈ തയ്യൽ ഈ കട്ട് ചെയ്ത തുമ്പിൽ ഇവിടെ തയ്ച്ച് പിടിപ്പിക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വരും. അതുപോലെ ഈ സൈഡും അടിക്കാം. ഇനി ഇതിന് മേലെ ഒരു തയ്യലിടാം. അത് ഇവിടെ നിന്ന് തുടങ്ങാതെ കുറച്ച് ഇങ്ങോട്ട് മാറി തുടങ്ങുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഫിനിഷ് ചെയ്യുക. ഇപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം അതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഈ 2 സൈഡും ഒരു 4 ഇഞ്ച് തയ്യത്തുമ്പോൾ നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക. ഈ എൻഡിലൊന്ന് ചെരിച്ച് കട്ട് ചെയ്യുക.
അതിനുശേഷം ഇവിടെ ഒരു തയ്യലിടുക. എന്നിട്ട് ഇവിടെ ഈ 2 സൈഡും ഇതേപോലെ ഒരു 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ വീതി 5 ഇഞ്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 5.5 ഇഞ്ച് ഇറക്കം മതി. ഒരു 1/2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ഇട്ടിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഈ കോർണർ ഒന്ന് റൗണ്ടാക്കി എടുക്കാം. ഇതുപോലെ റൗണ്ട് ഷേപ്പ് ആക്കുക. ഇവിടെ ഒരു 1 ഇഞ്ച് ക്രോസിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതേപോലെ ഒരു പീസ് എടുക്കുക. അത് പാൻറ്റിൻ്റെ പീസ് തന്നെയാണ്. ഇനി ഇതില്ലെങ്കിൽ ഇതേപോലെ വൈറ്റ് പീസ് വെച്ചിട്ട് ഇവിടെ മാത്രം ഈ മൗത്തിൻ്റെ ഇവിടെ മാത്രം ഒരു പീസ് പാൻറ്റിൻ്റെ പീസ് വെച്ചാലും മതി. എടുക്കുക. എന്നിട്ട് ഈ ഉൾവശം ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് പോക്കറ്റ് പീസ് ഇങ്ങനെയാണല്ലോ വരിക. ഇതൊന്ന് ഇങ്ങനെ എടുക്കുക. ഈ സൈഡിലൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് അടിച്ചെടുക്കുക. ഇതുപോലെ അടിച്ചെടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ റൗണ്ടിൽ അടിച്ചെടുക്കുക. അതിനുശേഷം ഇത് ഒരു 1/4 ഇഞ്ച് തയ്യൽത്തുമ്പ് നിർത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് അടിമറിച്ചെടുക്കാം. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഒരു 1/4 ഇഞ്ചിൽ ഒരു തയ്യലിടുക. ഇതുപോലെ തയ്ച്ചെടുക്കുക. ഇവിടെ എല്ലാം കറക്റ്റായിട്ട് ഫിനിഷിംഗ് ലൂപ്പ് വയ്ക്കണം. അത് ഇതുപോലെ ഒരു തുണി എടുത്തിട്ട് ഇങ്ങനെ മടക്കി അടിക്കുക. അതിനുശേഷം ഇവിടെ അടിച്ചിട്ട് ഈ എൻഡ് കൂടെ ഒന്ന് അടിക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ലൂപ്പി അടിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുക. അതിന് ശേഷം ഇവിടെ നിന്ന് ഒരു തയ്യലിടുക. ഇവിടെ വരുമ്പോൾ ഒന്ന് കെട്ടിടുക. അതിന് ശേഷം ഇവിടെ ചേർത്തടിക്കുക. ഇതുപോലെ ഇങ്ങനെ ലൂസ് വരാതെ തയ്ക്കുക. അപ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാം. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.